ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മൈ ഇൻ്റർവെക്സ് മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഇന്ന് ലാസ്റ്റ് ഡേ എന്താ സംഭവിച്ചത് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും. സോ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രെൻഡ് ലൈൻ ഉണ്ട് ചെറിയ, ഇവിടെ ഒരു സ്വിംഗ് ഹൈ, അതായത് 24,000 മുകളിൽ 24,050 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഇന്നലെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലുണ്ട്, ഈ ഡ്രോയിങ്സ്. ഇതിന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അപ്പ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം അപ് ടു 24,246 വരെ. ഇത് ഇന്നലത്തെ ലെവൽസാണ് അല്ലേ. ഇന്നലെ ആ ലെവൽ വരെ മാർക്കറ്റ് നല്ല സ്റ്റഡി ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കൺസോൾട്ടേഷൻ ചെയ്തു. എന്നിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഫാളായിരുന്നു, ഒരു കറക്ഷനായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ഇന്നലെ. ബട്ട് ഡേ ലോയുടെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു 181 പോയിൻറ്റ് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ ഗുഡ് സൈൻ. ബട്ട് എന്താണ് നമുക്ക് നോക്കാം നാളത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡായിരുന്നു ലോദ. ഐ തിങ്ക് ലോദ എടുത്തവർക്കും ഗോഡ് ഗുഡ് പ്രോഫിറ്റ്. ഓക്കെ, ലോദയും നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോദ. ആൻഡ് പിന്നെ നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓൾസോ നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും ഇത് മൊത്തം ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നലെ ട്രേഡ് ഉണ്ടായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ഓൾസോ ഗുഡ് ട്രേഡ്. സോ ബാങ്ക് നിഫ്റ്റി ആൻഡ് ലോദ, ഈ മൂന്നിലാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ നാളത്തെ എന്താണ് നമുക്ക് നേരെ നോക്കാം. സോ നമുക്കിതൊക്കെ എടുത്ത് കളയാം. സോ ഇതെല്ലാം നമുക്ക് വേണ്ട. ആക്ച്വലി ഈ ട്രെൻഡ് ലൈനൊക്കെ ഇൻവാലിഡ് ആയിട്ടുണ്ട്. ട്രെൻഡ് ലൈന് മുകളിലാണ് ഉള്ളത്. ആൻഡ് ദിസ് സിങ് ഹൈ ഓൾസോ ഇൻവാലിഡ്. ഓക്കെ, ആൻഡ് this line also I am removing, and I am shifting to this line to here. Okay, this is a day high. Okay, shifting to here. So നമുക്ക് അതിന് മുന്നേ ജസ്റ്റ് പോയിട്ട് വൺ ഡേയിലെ എന്താണ് ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റിൻ്റെ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഹാമർ ക്യാൻഡിൽ. അതായത് ബയേഴ്സ് മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് തിരിച്ച് താഴോട്ട് സെല്ലർ പുഷ് ചെയ്തിട്ട് മാർക്കറ്റിനെ ക്ലോസ് ചെയ്തു. ലൈക്ക് ഇതേപോലെ തന്നെ ക്യാൻഡിൽ തന്നെയാണ്. സോ ഇങ്ങനെയാണ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ലൈൻ എടുത്തിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഡേ ലോയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഐ ആം ഷിഫ്റ്റിംഗ് ഈ ഡേയിലോട്ട്. ആൻഡ് ഈ ലൈൻ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ദിസ് ലെവൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഡേയിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഡേ ക്യാൻഡിൽ ഞാൻ വെച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ആ ഒരു ഡേ ഹൈയും ഡേ ലോയുടെയും മീഡിയനിൽ ഒരു മൈനർ അല്ലെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് നേരെ 1 hourൽ ജസ്റ്റ് ഒന്ന് ഞാൻ റീച്ച് ചെയ്യാം. റീചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ദിസ് ഈസ് എ ലെവൽ. സോ മാർക്കറ്റ് നാളെ 24,200 മുകളിൽ വരികയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് സൈൻ. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് താഴോട്ടാണ് ട്രേഡ് ചെയ്യാം. ഓക്കെ, 24,200 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് സൈൻ. അല്ലെങ്കിൽ നമുക്ക് താഴോട്ടാണ് ട്രേഡ് ചെയ്യേണ്ടി വരും നാളത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ വെച്ച് നോക്കിയിട്ട്. ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ് ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ അവസ്ഥ വെച്ച് നോക്കിയിട്ട്. സോ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലെവൽ വന്നിട്ടുള്ളത്. നിഫ്റ്റി ഡേ ഹൈ ആൻഡ് ഡേ ലോ. മാർക്കറ്റ് ആഫ്റ്റർനൂൺ ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ലാസ്റ്റ് ലോ ഇതാണ്. ഈ ലോ ബ്രേക്ക് ചെയ്താലേ ഇതാണ് നമ്മുടെ സ്വിംഗ് ലോ ആയിട്ട് വരിക. ഈ ലോ ബ്രേക്ക് ചെയ്താലേ നമുക്ക് താഴോട്ട് ഒരു മൂവ്മെൻ്റ് ഉള്ളൂ. സോ നമുക്ക് ആ ലോയ്ക്ക് ഇവിടെ നമുക്ക് ഡേ ക്ലോസിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു മാർക്ക് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് നമുക്ക് ഒരു ലൈൻ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ബ്ലൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ബ്ലൂ ലൈൻ. ആൻഡ് 24,200 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ നമുക്ക് ഒരു ബൈ ട്രേഡിലോട്ട് തന്നെ പോവാം. അതെല്ലാം മാർക്കറ്റ് ഇതിൻ്റെ താഴെയാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ, ഈ ലൈൻ്റെ താഴെയാണ്, ഡേ ലോയുടെ താഴെയാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും നിഫ്റ്റി നെഗറ്റീവിലോട്ട് ട്രേഡ് ചെയ്യേണ്ടി വരും. ബട്ട് ഇപ്പം ഈ ഒരു ഏരിയയിൽ 24,200 അല്ലെങ്കിൽ 229 ആൻഡ് 24,142 ഈ ഒരു റേഞ്ചിൽ നമുക്ക് ട്രേഡ് ചെയ്യേണ്ട. ദിസ് ഇസ് നോ ട്രേഡിംഗ് സോൺ. ഓക്കെ, ദിസ് ഇസ് എ നോ ട്രേഡിംഗ് സോൺ. No trading zone. Okay, these are no trading zone.
ഓക്കെ, ദിസ് ഈസ് ഔട്ട് നോ ട്രേഡിംഗ് സോൺ. സോ ഈ ഏരിയയിൽ നമ്മൾ ട്രേഡ് ചെയ്തില്ല. ഒന്നുകിൽ ഈ ഒരു ഹൈ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും നാളെ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഡേ ലോ 24,059, അതിന് താഴെ 24,000 ഒരു മേജർ സപ്പോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് 24,957, അതിന് താഴെ 23,839. ഇതായിരിക്കും നമ്മുടെ നാളത്തെ ലെവൽസ്. ഓക്കെ, സോ ട്രേഡ് വിത്ത് ഡിസിപ്ലിൻ. ഇന്നലെ ഞാൻ ലാസ്റ്റ് മാർക്കറ്റ് കഴിയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചാർട്ടിന് മുന്നിൽ നിന്ന് മാറാം. കാരണം ചാർട്ടിൽ നമ്മൾ ഒരുപാട് നേരം നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യും. സോ അന്നുണ്ടാക്കിയ ആ ഒരു ലാസ്റ്റ് ഡേ ഉണ്ടാക്കിയ നമ്മുടെ പ്രോഫിറ്റ് ഈവനിങ് ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മോർണിംഗ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഈവനിങ് ആകുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ലോസ് ചെയ്യുന്ന നമ്മൾ എപ്പോഴും ട്രേഡിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ക്ലോസ് ചെയ്യുക, പിന്നെ അവിടെ നോക്കാതിരിക്കുക. പിന്നെ ആഫ്റ്റർ മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കി മനസ്സിലാക്കുക. സോ ഇതാണ് ഒരു പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഒരു ഗുഡ് ട്രേഡർ ചെയ്യേണ്ടത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ആൻഡ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ബൈ, ഗുഡ് നൈറ്റ്.